ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങളൊരു തലക്കാവേരി യാത്രയിലാണ്. തലക്കാവേരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർണാടകയിലെ കുടക് ജില്ലയിലെ ഭാഗമണ്ഡലയിലെ അടുത്തുള്ള ബ്രഹ്മഗിരി ഹിൽസിലാണ് ഈ തലക്കാവേരി സ്ഥിതി ചെയ്യുന്നത്. തലക്കാവേരി എന്ന് പറഞ്ഞാൽ കാവേരി നദിയുടെ ഉത്ഭവസ്ഥലം എന്നറിയപ്പെടുന്ന സ്ഥലമാണ്. മുൻകൂട്ടി ഒരു പ്ലാനിങ്ങും ഇല്ലാതെ എടുത്തൊരു ട്രിപ്പായിരുന്നു ഈ തലക്കാവേരി യാത്ര. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത്തിരി കൺഫ്യൂഷനായിരുന്നു. കാരണം കേരളത്തിലും കർണാടകയിലൊക്കെ നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഞങ്ങൾ ഈ ഒരു തീരുമാനം എടുത്തത്. അതും ഈ ഹൈ റേഞ്ചിലേക്കൊക്കെ ഈ മഴക്കാലത്ത് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെയാവും എന്നുള്ള ഒരു കൺഫ്യൂഷനിലിരിക്കുമായിരുന്നു. അപ്പോൾ എന്താണേലും ഞങ്ങൾ പാണത്തൂർ ചെന്നിട്ടാണ് പോകുന്നത്. പാണത്തൂരിൽ നിന്ന് 37 കിലോമീറ്ററാണ് ഈ തലക്കാവേരിയിലേക്കുള്ളത്. അവിടെ നിന്ന് നമ്മൾ പോകുന്നത് തലക്കാവേരി വൈൽഡ് ലൈഫ് സാഞ്ചുറിയിലൂടെയാണ്. അപ്പോൾ അവിടെ എൻട്രി ഫീ ഉണ്ട്. 20 റുപ്പീസാണ് നമ്മുടെ ഈ 2 വീലറിനും പിന്നെ കാറിനൊക്കെ വരുന്നത്. ഹെവി വെഹിക്കിളിനാവുമ്പോൾ 50 റുപ്പീസൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ഈ കാട്ടിൽ പോകുമ്പോൾ ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ആനിമൽ ക്രോസ്, എലിഫൻറ്റ് ക്രോസ് എന്നൊക്കെ പറഞ്ഞ് ഓരോരോ ബോർഡുകളുണ്ടായിരുന്നു. പിന്നത്തെ കാര്യം, ഈ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഇങ്ങനെ കാടൊക്കെ ഇച്ചിരി പേടിപ്പെടുത്തുന്ന രീതിയിൽ വാട്ടർഫോൾസ് എല്ലാം ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. എൻജോയ് ചെയ്തെന്ന് വെച്ചാൽ എൻജോയ് ചെയ്താണ് പോകുന്നത്. അതിൻ്റെ കൂടെ ഇത്തിരി പേടിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ റോഡൊന്നും അത്ര സുഖമല്ലായിരുന്നു. ഇച്ചിരി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളൊക്കെ ആയിരുന്നു. ആ ഒരു ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നത്തെ കാര്യം, ഇടയ്ക്കിടയ്ക്ക് കോട വന്നിട്ട് നമുക്ക് റോഡ് കാണാൻ പറ്റാത്ത അവസ്ഥയൊക്കെ വന്നു. അതും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ തലക്കാവേരി എത്തണേന് കുറച്ച് മുന്നേ വരെ നമുക്ക് ഈ കാട്ടിലൂടെ തന്നെയാണ് ഞങ്ങൾ സഞ്ചരിച്ചത് കേട്ടോ. കിലോമീറ്റർ എങ്ങാണ്ടുമാണ് അങ്ങോട്ടും ഉള്ളത് തലക്കാവേരിയിലേക്ക്. അപ്പോൾ നമ്മൾ കുറേ ദൂരം കാടൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലുന്ന ഇതുപോലത്തെ ഒരു ടൗണിൽ നിന്ന് ഒരു കൊച്ചു ടൗൺ. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴത്തേനും ഒരു ഓവർ ബ്രിഡ്ജൊക്കെ കയറി അങ്ങനെ പോകണം കേട്ടോ. അത് കഴിഞ്ഞ് എന്നാലും ആയില്ല. പിന്നെ നമ്മൾ കുറേ കൂടെ മുകളിലേക്ക് പോയാലാണ് നമുക്ക് തലക്കാവേരി എത്താൻ പറ്റത്തുള്ളൂ. മഴക്കാലത്ത് പോകുന്നത് തന്നെയായിരിക്കും ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് നമുക്ക് അവിടെ പോകാനായിട്ടെന്ന് എനിക്ക് തോന്നണേ. വേനൽക്കാലത്ത് പോകുന്ന ചില വീഡിയോകളൊക്കെ ഞാൻ കണ്ടപ്പോഴും എനിക്ക് അത്ര ഒരു ഭംഗിയോ ഒരു ഫീലിങ്സോ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് തന്നെ പോകണോ വേണ്ടയോ എന്നുള്ള സംശയത്തിലിരിക്കുമായിരുന്നു ഞങ്ങൾ. എന്നിട്ടും മഴയായതുകൊണ്ട് ഇപ്പം ഞങ്ങൾ പോണ സമയത്ത് കേരളത്തിലും കർണാടകയിലൊക്കെ മഴയാണെന്നും പറഞ്ഞ് ന്യൂസിൽ കാണിക്കുന്നുണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ല മഴയുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ച് പോകണമെന്ന് ഓർത്തിട്ട് പോയി ഒരു ട്രിപ്പായിരുന്നു ഈ തലക്കാവേരി. പക്ഷേ അവിടെ ചെന്നപ്പോൾ മനസ്സിലായി ഇത് തന്നെയായിരിക്കും ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ക്ലൈമറ്റ് എന്ന്. അവിടെ ചെന്നതിന് മുന്നേ തന്നെ മൊത്തം കോടയും മഞ്ഞും, നമുക്കങ്ങനെ റോഡൊന്നും അങ്ങനെ കാണാൻ പറ്റുന്നില്ല. പിന്നെ നമുക്കങ്ങനെ പേടി തോന്നത്തില്ല ഇവിടെ എത്തുമ്പോൾ. കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഒത്തിരി വണ്ടികളും അത്യാവശ്യം നല്ല രീതിക്ക് ആൾക്കാരും ഉള്ളത് കൊണ്ട് നമുക്ക് അവിടെയൊന്നും അങ്ങനെ പേടിയൊന്നും തോന്നത്തില്ല. ഇങ്ങനെ കോട വന്നും പോയി നമുക്ക് അധികം ഒന്നും കാഴ്ചകൾ കിട്ടത്തില്ല, വീഡിയോ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അത്രയ്ക്ക് ഇങ്ങനെ മൂടൽ വരും. അപ്പോൾ മഴയുണ്ടെന്ന് ഓർത്തിട്ട് ആരും അങ്ങനെ മടിച്ച് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല ഈ തലക്കാവേരി പോകാനായിട്ട്. അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫീലാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആദ്യം ഇവിടെ ചെന്ന് നോക്കി കാറ് പാർക്ക് ചെയ്യാൻ പറ്റുമോ. നല്ല തണുപ്പ്. ഞങ്ങൾ തലക്കാവേരി ടെമ്പിളിലേക്ക്
ചെറിയ മഴയൊക്കെ ഉണ്ട്. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങളവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. നമ്മുടെ ചെരുപ്പൊന്നും അകത്തോട്ട് കയറ്റത്തില്ല, അപ്പോൾ ചെരുപ്പൊക്കെ സേഫായിട്ട് വെക്കണം. പിന്നെ ചെറിയ മഴയുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങൾ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് അത് കുറച്ച് സ്റ്റെപ്പ് കയറി വേണം നമുക്ക് ടെമ്പിളിലേക്ക് എത്താൻ വേണ്ടി. അധികമൊന്നുമില്ല, കുറച്ച് നമുക്ക് നടക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ അതൊക്കെ മഴയൊക്കെ തോരാൻ വേണ്ടി ഇത്തിരി ഒന്ന് കുറയാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. നല്ല തണുപ്പായിരുന്നു കേട്ടോ. നല്ല തണുപ്പും മഴയും കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കയറി. ഇവിടെ ഒരു കുളമുണ്ട്, പിന്നെ അതിൻ്റെ മുകളിലായിട്ടാണ് അമ്പലം വരുന്നത്. അങ്ങോട്ടൊന്നും നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഞങ്ങൾ പോയതിന് ശേഷം നമ്മൾ പെട്ടെന്നെടുത്ത ഒരു ട്രിപ്പിൻ്റെ അത് മികച്ചൊരു തീരുമാനമായി എന്നുള്ളൊരു ആത്മസംതൃപ്തിയോടുകൂടി ഞങ്ങൾ തിരിച്ച് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. അവിടെയൊക്കെ കോടയായതുകൊണ്ട് വലിയ കാര്യമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. എന്നാണേലും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു അവിടെ കിട്ടിയത്. പിന്നത്തെ കാര്യം, ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരോർക്കും ചിലവരോർക്കും ഞങ്ങളവിടെ പോയതാണല്ലോ എന്നിട്ട് ഇത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ക്ലൈമറ്റ് ആണ് ഇത്രയും ഭംഗിയായിട്ട് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് എന്നെനിക്ക് തോന്നുന്നത്. അപ്പം മഴ സീസണിൽ അല്ലെങ്കിൽ ഇതുപോലത്തെ മഞ്ഞും മഴയൊക്കെ ഉള്ള സമയത്ത് തന്നെ ഇവിടെ വരാൻ നോക്കണം. വേനൽക്കാലത്തൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ കാണുന്ന മലയും പിന്നെ ഈ ഉണങ്ങിയ സാധനങ്ങളൊക്കെയല്ലേ കാണാൻ പറ്റത്തുള്ളൂ. അല്ലാതെ ഈ ഒരു ഞങ്ങൾ പെട്ടെന്ന് മഴ ആയതുകൊണ്ട് തന്നെ വരണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇരിക്കുമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അതിപ്പോൾ വരാതിരിക്കുമായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര നഷ്ടമായി പോയേനെന്ന് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത്. ഇത് തന്നെയാണ് ഇവിടുത്തെ ബെസ്റ്റ് ക്ലൈമറ്റ്. നമുക്ക് മഴ എന്നുള്ള രീതിയിൽ മടിച്ച് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മടിച്ച് നിൽക്കാത്തവരാണ് ഇന്നിവിടെ വന്നവർ മുഴുവൻ. നല്ല തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ല, ഭയങ്കര തിരക്കായിരുന്നു. നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. നമുക്ക് പറഞ്ഞതൊന്നും ഇതൊന്നും നമുക്കങ്ങനെ വീഡിയോ ഷൂട്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മളത് വന്ന് അനുഭവിക്കുമ്പോഴാണ് നമുക്കത് ആ ഒരു ഫീല് കിട്ടുന്നത്. ആ മഴയും മഞ്ഞും ആ തണുപ്പും എല്ലാം. അപ്പം ഞങ്ങൾ തിരികെ പോയിക്കൊണ്ടിരിക്കണം. ഒരു ബോർഡ് നോക്കിയാണ് കേട്ടോ. വല്ല ഹോട്ടലോ റെസ്റ്റോറൻറ്റോ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും കഴിക്കാമെന്നുള്ള രീതിയിൽ നല്ലപോലെ വിശന്നായിരുന്നു. ഞങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോയതാണ്. പക്ഷേ തിരികെ ഇറങ്ങിയപ്പോഴത്തേനും 2 മണിയോ 3 മണിയോ എങ്ങാണ്ടോ ആയായിരുന്നു. സോ നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അവിടെയൊന്നും നമുക്കങ്ങനെ കിട്ടിയില്ല. ഒന്നാമത് മഴയായതുകൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാനും പറ്റിയില്ല. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അവിടെ പ്രത്യേകിച്ച് നമുക്ക് കഴിക്കാൻ നല്ല ഹോട്ടലോ റെസ്റ്റോറൻറ്റോ ഒന്നും ഇല്ല എന്ന് തോന്നണേ. പിന്നെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ തിരികെ ഇങ്ങനെ പോന്നിട്ട് നമ്മുടെ നാട്ടിൽ പോയി കഴിക്കാമെന്നും പറഞ്ഞ് പോകുന്നു നമ്മുടെ വീടിനോട് അടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കിട്ടിയത്. അപ്പോൾ പിന്നെ ഞങ്ങൾ കാട്ടിക്കട തിരിച്ച് പോരുമ്പോഴുണ്ടായിരുന്നു ആനേനെയോ പുലിനെയോ കടുവേനെയോ ആരെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് ഓർത്തിട്ടാണ് പോരുന്നത് കേട്ടോ. പക്ഷെ അവരാരും കണ്ടില്ല. 2 കുരങ്ങന്മാരെ കണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഭയങ്കര ആത്മസംതൃപ്തിയോടുകൂടി തിരികെ പോരുവാണ്. നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് നമുക്ക് നല്ല ഒരു ഫീൽ ഗുഡായിട്ടുള്ളൊരു ഇത് കിട്ടിയത് കൊണ്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ അങ്ങനെ ഈ ഒരു യാത്രയും കഴിഞ്ഞു. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.